ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അനൂപ് മേനോൻ പ്രധാന കഥാപാത്രമായി എത്തി റീസെൻ്റായി റിലീസായ ഒരു ക്രൈം ത്രില്ലർ മൂവിയായ 21 ഗ്രാംസ് എന്ന മൂവിയുടെ കഥയാണ്. നഗരത്തിലെ ഒരു പ്രധാന ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെ മരണം, ആ മരണത്തിന് ശേഷമുണ്ടാകുന്ന യാദൃച്ഛികമായ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മറ്റ് കൊലപാതകങ്ങളും, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ നമ്മളെ മുൾമുനയിൽ നിർത്തുന്ന മൂവി. കുറച്ച് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ഈ സിനിമയുടെ കഥ മുഴുവനായി കാണാം. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഒരാൾ കാറിൽ വരുന്നതായി കാണിക്കും. അയാളുടെ കാർ ആരോ ഫോളോ ചെയ്യുന്നതായും കാണിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് ആരെയോ അയാൾ വിളിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഫോൺ സ്വിച്ച് ഓഫ് ആകും. സോ അയാളുടെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു ഫോൺ എടുത്ത് കോൾ ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ ആ ഫോൺ ഏത് ടവറിന് കീഴെയാണെന്ന ഇൻഫർമേഷൻ പോലീസിന് ലഭിക്കുകയും ആ ഫോണിൻ്റെ സിഗ്നൽ ലഭിച്ചിടത്തേക്ക് ഒരു പോലീസ് ടീം തന്നെ പോകുകയും ചെയ്യും. ആരോ തന്നെ ഫോളോ ചെയ്യുന്നതിൽ ഭയന്ന് സ്പീഡിൽ കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കാർ വഴിയിൽ നിന്ന് പോകുന്നു. പെട്ടെന്ന് അയാൾക്കെതിരെ മറ്റൊരു കാർ വരും. ആ കാറിൽ നിന്നും ഒരു സ്ട്രേഞ്ചർ പുറത്തിറങ്ങി അയാളുടെ കാറിനടുത്ത് വന്ന് ഡോറിൽ കൈവയ്ക്കുന്നതായി കാണിച്ച് മൂവിയുടെ ടൈറ്റിൽ 21 ഗ്രാംസ് എന്ന് എഴുതി കാണിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ഈ മൂവിയിലെ ഹീറോ നന്ദകിഷോർ വീട്ടിലേക്ക് വരുമ്പോൾ അയാളുടെ വൈഫ് ഞരമ്പ് മുറിച്ച് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് കാണുകയും അവളെ ഉടൻ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യും. നീ തരിച്ചിരിക്കുന്നതിനാലാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത്, സോ നമുക്കൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് നന്ദൻ അവൻ്റെ വൈഫുമായി പലയിടങ്ങളിലൂടെയും പോകുന്നത് ഒരു പാട്ടിലൂടെ കാണിക്കും. മരിച്ചാലും ജീവിച്ചാലും നമുക്ക് ഒരുമിച്ച് മതിയെന്ന് നന്ദൻ പറയുമ്പോൾ ഇനി താൻ സൂയിസൈഡിന് ശ്രമിക്കില്ലെന്ന് പറഞ്ഞ് വളരെ ഫീൽ ചെയ്ത് അവൾ നന്ദനെ കെട്ടിപ്പിടിക്കും. ഈ സമയം നന്ദനെ മീറ്റ് ചെയ്യാൻ മുഹമ്മദ് എന്നൊരാൾ നന്ദൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. നന്ദൻ അവിടെ ഇല്ലാത്തതിനാൽ മുഹമ്മദ് തിരിച്ചു പോകും. തിരിച്ചു പോകുന്ന വഴി അയാൾക്ക് നെഞ്ചുവേദന ഉണ്ടാക്കുകയും ആ കാറിൽ വെച്ച് തന്നെ അയാൾ മരിക്കുകയും ചെയ്യും. 10 ഡേ ലീവ് എടുത്താണ് നന്ദൻ ഭാര്യയുമായി ട്രിപ്പിന് പോകുന്നത്. സോ ലീവ് കഴിഞ്ഞ് നന്ദൻ്റെ അസിസ്റ്റന്റ് നന്ദനെ മീറ്റ് ചെയ്ത് പുതിയൊരു കേസിനെ കുറിച്ച് സംസാരിക്കും. ഉടനെ തന്നെ പുതിയ കേസ് അന്വേഷിക്കാൻ തുടങ്ങാമെന്നും നന്ദൻ പറയും. വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ എന്ന് അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ നന്ദൻ റിപ്ലൈ ഒന്നും ചെയ്യാതെ അവിടെ നിന്നും പോകുന്നു. നന്ദൻ്റെ ഫാമിലിയിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കും. നന്ദനും അവൻ്റെ വൈഫും അവരുടെ മകളുമായി വളരെ ഹാപ്പി ആയിട്ടാണ് ജീവിച്ചിരുന്നത്. പക്ഷെ റീസെൻ്റായി അവരുടെ മകൾ ഒരു രോഗം മൂലം മരിച്ചു പോകും. മകൾ മരിച്ചതിന് ശേഷം നന്ദൻ്റെ വൈഫ് വളരെ ഡിപ്രസ്ഡ് ആകുകയും അവളെ മകളുടെ മരണം വല്ലാതെ ബാധിക്കുകയും ചെയ്യും. അതിനാലാണ് മൂവിയുടെ ആദ്യ സീനിൽ അവൾ സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായും കാണിക്കുന്നത്. വീട്ടിലെത്തിയ നന്ദൻ പുതിയ കേസിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങും. കൊല്ലപ്പെട്ടത് അഞ്ജലി എന്നൊരു നേഴ്സാണ്. നന്ദൻ കേസ് ഡീറ്റെയിൽസ് വായിക്കുന്നത് നമുക്ക് വിഷ്വലായി കാണിക്കും. കൊല്ലപ്പെട്ട് കിടക്കുന്ന അഞ്ജലിയുടെ ബോഡി പോലീസ് എത്തി പരിശോധിക്കും. ഒരു ഫാദറാണ് അവളുടെ ഗാർഡിയൻ. അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾക്ക് ഒരു ചേട്ടൻ മാത്രമാണ് ഉള്ളത്. ചേട്ടൻ എബ്രോഡാണ്. അവന് മരണവിവരം ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഉടനെ അഞ്ജലിയുടെ ബ്രദറും എത്തുമെന്ന് ആ ഫാദർ പോലീസിനോട് പറയും. അഞ്ജലിയുടെ ബ്രദർ മാർട്ടിൻ്റെ ഫ്രണ്ട് ജിമ്മിയാണ് പോലീസിനെ ഹെൽപ്പ് ചെയ്യാനായി കൂടെ നിൽക്കുന്നത്. ജിമ്മിയെ ഒരു സംശയത്തോടെ ഇൻസ്പെക്ടർ നോക്കുന്നതായും കാണിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് സംഭവം നടന്നിടത്തേക്ക് അസിസ്റ്റന്റുമായി നന്ദൻ എത്തും. കൊലപാതകം നടന്ന് 3 ദിവസം കഴിഞ്ഞതിനാൽ തന്നെ നന്ദൻ അവിടെ നിന്നും എവിഡൻസുകളൊന്നും ലഭിക്കില്ല. കേസ് അന്വേഷിച്ചിരുന്ന ഇൻസ്പെക്ടർ അഞ്ജലി ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ മാനേജർ നിഖിലിനെ ചോദ്യം ചെയ്യുന്നത് കാണിക്കും. ആ പെൺകുട്ടിക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ അവൾ എല്ലാവരുമായി നന്നായി ഇടപഴകുന്ന ഒരാളായിരുന്നു. അവൾക്ക് എൻ്റെ അറിവിൽ ശത്രുക്കളായി ആരുമില്ലെന്നും നിഖിൽ പറയും. ഓരോരുത്തരെയും ചോദ്യം ചെയ്തത് വീഡിയോ എടുത്തിരുന്നു. ആ വീഡിയോസ് എല്ലാം നന്ദൻ ചെക്ക് ചെയ്യും. അഞ്ജലിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ കുറിച്ച് ഡോക്ടർ പോലീസുകാരോട് സംസാരിക്കുന്നത് കാണിക്കും. റേപ്പ് അറ്റംപ്റ്റ് ഒന്നും തന്നെ നടന്നിട്ടില്ലെന്നും കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും ഡോക്ടർ പറയും. അതുകൂടാതെ അവളുടെ വയറിനുള്ളിൽ നിന്നും വലിയൊരു ടാബ്ലറ്റ് ലഭിച്ചിരുന്നു. ആ ടാബ്ലറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു ചെറിയ പേപ്പറിൽ ഫോർ മാർട്ടിൻ എന്ന് എഴുതിയിരുന്നെന്നും ഡോക്ടർ പറയും. ഇതുകൂടിയാകുമ്പോൾ പോലീസ് ആകെ കൺഫ്യൂസ്ഡ് ആകും. അഞ്ജലിയുടെ ബ്രദറാണ് മാർട്ടിൻ. വിദേശത്തുള്ള മാർട്ടിനെ നാട്ടിലെത്തിക്കാനാകും അവളെ കൊന്നതെന്നൊരു സംശയം നന്ദനുണ്ടാകും. അഞ്ജലി മരിച്ചതറിഞ്ഞ് മാർട്ടിൻ നാട്ടിലെത്തുന്നത് കാണിക്കും. എയർപോർട്ടിൽ നിന്നും ജിമ്മിയാണ് മാർട്ടിനെ പിക്കപ്പ് ചെയ്യുക. അവർ സഞ്ചരിക്കുന്ന കാറിനെയും ഒരു വാഹനം ഫോളോ ചെയ്യുന്നതായി കാണിക്കും. മാർട്ടിൻ വരുന്നതിന് മുൻപ് തന്നെ ശവസംസ്കാരമെല്ലാം കഴിഞ്ഞിരുന്നു. അവളുടെ ഒപ്പമുണ്ടായിരുന്ന ഹാപ്പി ഡേയ്സ് ഒക്കെ ഓർത്തെടുത്ത് മാർട്ടിൻ വളരെ ഫീൽ ചെയ്യും. വളരെ വിഷമത്തോടെയിരിക്കുന്ന മാർട്ടിനെ ഫാദർ സമാധാനപ്പെടുത്തും. വീണ്ടും പ്രസന്റ് ടൈം കാണിക്കുമ്പോൾ നന്ദൻ
തന്നെ വീട്ടിലേക്ക് അവൻ്റെ വൈഫിൻ്റെ ബ്രദർ വരും. വളരെ ജോളിയായി അവർ സംസാരിക്കും. ആരും കൂട്ടിലില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലുള്ള ഹീറോയിന് ബ്രദർ വരുന്നത് വളരെ ആശ്വാസമായി തോന്നും. അതിനുശേഷം ആ കേസിൽ ബാക്കി എന്താണ് നടന്നതെന്ന് നന്ദൻ ചെക്ക് ചെയ്യുമ്പോൾ അഞ്ജലിയുടെ മരണാനന്തര ചടങ്ങിനായി എത്തിയ മാർട്ടിൻ ഉറങ്ങുന്ന ടൈമിൽ പുറത്തുനിന്നും ഒരു ശബ്ദം കേൾക്കും. അവൻ്റെ വീടിന് പുറത്തായി ഒരു പഴയകാല കാർ വന്ന് നിൽക്കുന്നതായും കാണിക്കും. ആരോ പുറത്തു വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി മാർട്ടിൻ ഒരു ടോർച്ചെടുത്ത് പുറത്തിറങ്ങും. അഞ്ജലി മരിച്ചു കിടക്കുന്ന റൂമിലേക്ക് മാർട്ടിൻ കയറുമ്പോൾ അവൻ്റെ പുറകിലായി ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലാകും. തിരിഞ്ഞു നോക്കുന്ന മാർട്ടിനെ ആരോ അറ്റാക്ക് ചെയ്യുന്നതായി കാണിച്ച് സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ അഞ്ജലി മരിച്ചു കിടന്നെടുത്ത് തന്നെ ആരോ മാർട്ടിനെയും കൊന്ന് കത്തിച്ചു കളഞ്ഞിരിക്കുന്നതാണ് കാണിക്കുക. പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തുമെങ്കിലും കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങളിൽ നിന്നും ഒരു കാലിൻ്റെ ഭാഗം മാത്രമേ പോലീസിന് ലഭിക്കുകയുള്ളൂ. പ്രസന്റ് ടൈമിൽ നീ ഇവിടെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഇവിടെ നിന്ന് പഠിക്കാൻ ഹീറോയിൻ അവളുടെ ബ്രദറിനോട് പറയുമ്പോൾ ഞാൻ അടുത്ത മാസം തന്നെ ദുബായിലേക്ക് തിരിച്ചു പോകുമെന്ന് അവൻ പറയും. മാർട്ടിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നന്ദനെ മീറ്റ് ചെയ്ത് മാർട്ടിൻ്റെ വലത് കാലിൽ ഒരു സർജിക്കൽ ഇംപ്ലാന്റ് സ്റ്റീൽ റോഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ ബോഡിയിൽ നിന്നും സ്റ്റീൽ റോഡ് ലഭിച്ചതിനാൽ ഇത് മാർട്ടിൻ്റെ ബോഡി തന്നെയാണെന്നും ഡോക്ടർ പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് നീ ഇന്നലെ എന്തിനാണ് അതുപോലെ ഡ്രിങ്ക്സ് ചെയ്തത്, എന്തെങ്കിലും ലവ് ഫെയിലിയർ ഉണ്ടോ എന്ന് നന്ദൻ ബ്രദറിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് അവൻ പറയും. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിന്നും പുറത്തു വരാൻ ഇനിയും നിന്റെ സിസ്റ്ററിന് കഴിഞ്ഞിട്ടില്ല. സോ നീയും ഇവിടെ അവളുടെ ഒപ്പമുണ്ടായാൽ അത് അവൾക്ക് വലിയൊരു ആശ്വാസമാകും. സോ ഇവിടെ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാനും നന്ദൻ അവനോട് പറയും. നന്ദനും സിസ്റ്ററും വളരെ ദുഃഖത്തിലാണെന്ന് മനസ്സിലാക്കി ഞാനും ഇനി നിങ്ങളോടൊപ്പം ഇവിടെ നിൽക്കാമെന്ന് ബ്രദറും സമ്മതിക്കുന്നു. നെക്സ്റ്റ് ഡേ ഓഫീസിലെത്തുന്ന നന്ദൻ അസിസ്റ്റന്റിനെ വിളിപ്പിച്ചതിനു ശേഷം ഈ 2 കൊലപാതകങ്ങൾക്കും പിന്നിൽ ആരാകാനാണ് സാധ്യതയെന്ന് നിനക്ക് തോന്നുന്നതെന്ന് ചോദിക്കും. എനിക്ക് സംശയം മാർട്ടിൻ്റെ ഫ്രണ്ട് ജിമ്മിയാണെന്നും അതിന് കാരണം അഞ്ജലി ആരോ പരിചയമുള്ള ആളെ കണ്ടിട്ടാണ് വീടിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തത്. സോ അത് ജിമ്മിയാകാനാണ് സാധ്യതയെന്നും അസിസ്റ്റന്റ് പറയും. അത് തന്നെയല്ല, ജിമ്മിയും മാർട്ടിനും ഫ്രണ്ട്സ് ആണെങ്കിലും അവർക്കിടയിൽ ധാരാളം പ്രോബ്ലംസ് ഉണ്ടായിരുന്നെന്നും അസിസ്റ്റന്റ് പറയുന്നു. ജിമ്മിയെ മീറ്റ് ചെയ്യാൻ നന്ദൻ തീരുമാനിക്കും. സോ നന്ദൻ ജിമ്മിയെ മീറ്റ് ചെയ്ത് നീയും മാർട്ടിനും തമ്മിൽ ധാരാളം ബിസിനസ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നെന്ന് ഞങ്ങളുടെ അന്വേഷണ ഭാഗമായി അറിയാൻ കഴിഞ്ഞു. സോ അതിനെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ജിമ്മിയോട് നന്ദൻ ചോദിക്കും. ഞങ്ങൾ 2 പേരും നല്ല ഫ്രണ്ട്സാണ്. എന്നാലും ഞങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവനെ കൊല്ലാനൊന്നും തനിക്ക് കഴിയില്ലെന്നും അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നെന്നും ജിമ്മി പറയും. ശരി, അഞ്ജലി മരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അഞ്ജലി ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൻ്റെ ചെറിയൊരു ഫംഗ്ഷൻ ഹോട്ടൽ റമദയിൽ ഉണ്ടായിരുന്നു. എന്നെയും അവൻ ഇൻവൈറ്റ് ചെയ്തതിനാൽ ഞാൻ ആ ഫംഗ്ഷനിലായിരുന്നെന്നും ജിമ്മി പറയും. ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഫുട്ടേജ് ഒക്കെ നന്ദൻ ചെക്ക് ചെയ്ത് ജിമ്മി ആ ഫംഗ്ഷനിൽ ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പുവരുത്തും. പക്ഷെ ജിമ്മി ആ പാർട്ടിൽ നിന്നും എപ്പോഴാണ് തിരിച്ചു പോയതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. CCTV ഒന്നും ഓൺ ചെയ്യാതിരുന്നതിനാൽ മറ്റ് വീഡിയോ ഫുട്ടേജസ് ഒന്നും അവർക്ക് ലഭിക്കില്ല. നന്ദനെ അവൻ്റെ ഹയർ ഓഫീസർ റേച്ചൽ വിളിച്ചു വരുത്തി കേസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചറിയും. ജിമ്മിയാണ് ഈ കേസിൻ്റെ പേരിൽ കൂടുതൽ സംശയമെന്നും ജിമ്മിയോടൊപ്പം മറ്റൊരാൾ ഉണ്ടാകാനാണ് സാധ്യതയെന്നും നന്ദൻ പറയും. അഞ്ജലിയുടെ റൂമിൽ നിന്ന് 2 പേരുടെ ഫുട് പ്രിന്റ്സ് ലഭിച്ചിട്ടുണ്ട്. ജിമ്മി അന്ന് ഹോട്ടൽ റമദയിലായിരുന്നെന്ന് പറഞ്ഞെങ്കിലും അവൻ എപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചു പോയതെന്ന് കണ്ടെത്തണമെന്നും ജിമ്മിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളെയും കണ്ടെത്തണമെന്നും പറയും. ഓൾമോസ്റ്റ് എൻഡിങ്ങിലെത്തിയ ഈ കേസ് ഉടനെ തീർത്ത് റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്നും പോകും. ജിമ്മിയുടെ ഒപ്പമുള്ള ഒരാൾ നന്ദനും അസിസ്റ്റന്റും കൂടി പിടിക്കും. ജിമ്മിയുടെ ഒപ്പം ചേർന്ന് നീയാണോ അഞ്ജലിയെയും മാർട്ടിനെയും കൊന്നതെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ജിമ്മിക്ക് വേണ്ടി ഞാൻ തല്ലുമടിയുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒരു കൊലപാതകം ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ലെന്നും അയാൾ പറയും. ജിമ്മിക്ക് ടോണി എന്നു പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ കുറച്ച് പിശകാണ്. ഈ അടുത്തിടയ്ക്ക് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടായിരുന്നെന്നും അയാൾ പറയും. ടോണിക്ക് പഴയ മോഡൽ കോണ്ടസ കാർ ഉണ്ടോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ഉണ്ടെന്നും അയാൾ പറയും. മാർട്ടിൻ മരിച്ചു എന്ന മാർട്ടിൻ്റെ വീടിന് മുന്നിൽ രാത്രി ഒരു പഴയ കോണ്ടസ കാർ കിടക്കുന്നത് അടുത്ത വീട്ടിലെ ഒരാൾ കണ്ടിരുന്നു. അയാൾ ഈ കാര്യം പോലീസിനോടും പറയും. സോ ആ കാർ കില്ലറിൻ്റെ ആകാനാണ് സാധ്യതയെന്ന് പോലീസ് സംശയിക്കും. നന്ദൻ ടോണിയുടെ വീട്ടിലെത്തി അവനെക്കുറിച്ച് തിരക്കുമ്പോൾ 1 മാസമായി ടോണി ഇവിടെ നിന്നും പോയിട്ട്, അതിനുശേഷം എന്നെ ഒന്ന് വിളിച്ചിട്ട് പോലുമില്ലെന്ന് ടോണിയുടെ വൈഫ് പറയുന്നു. ജിമ്മിയുടെ ഫോട്ടോ അവരെ കാണിച്ച് ഇയാളെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്നും ഈ സാർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ടെന്നും വരുമ്പോഴൊക്കെ ടോണിക്ക് ക്യാഷ് കൊടുത്ത് സഹായിക്കാറുണ്ടെന്നും അവൾ പറയും. നന്ദനൊപ്പം വന്ന
ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ ടോണിയുടെ വീട് മുഴുവനായും ചെക്ക് ചെയ്യും. ഒരു ചീപ്പിൽ നിന്നും ടോണിയുടെ മുടി സാമ്പിളായി അവർ കളക്ട് ചെയ്യും. അഞ്ജലി മരിച്ചിടത്തു നിന്നും ടോണിയുടെ ബ്ലഡ് സാമ്പിൾസ് വെച്ച് ടോണി തന്നെയാണ് അഞ്ജലിയെ കൊന്നതെന്ന് നന്ദൻ ഉറപ്പിക്കും. ടോണിയെ കണ്ടെത്തിയാൽ ഈ കൊലപാതകങ്ങളുടെ മാസ്റ്റർ ബ്രെയിൻ ആരുടെയാണെന്ന് കണ്ടെത്താമെന്നും പ്ലാൻ ഇട്ട് അവർ ടോണിക്കായി വലവിരിക്കും. ടോണിയുടെ ഫോണിൽ നിന്നും ലാസ്റ്റായി ആർക്കൊക്കെ കോൾ പോയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുമ്പോൾ 2 നമ്പറിലേക്കാണ് ടോണി പലതവണ വിളിച്ചതായി കണ്ടെത്തും. ആ നമ്പർ ആരുടെയാണെന്ന് അന്വേഷിക്കുമെങ്കിലും അത് രണ്ടും ഫേക്ക് നമ്പർ ആയിരുന്നെന്ന് അവർക്ക് മനസ്സിലാകും. ടോണിയുടെ ഫോട്ടോ പലയിടത്തും കാണിച്ച് അവർ ടോണിയെ അന്വേഷിക്കാൻ തുടങ്ങും. ആ ഫംഗ്ഷനിൽ നിഖിലും ഉണ്ടായിരുന്നതിനാൽ നന്ദൻ നിഖിലിനെ മീറ്റ് ചെയ്ത് ആ ഫംഗ്ഷന്റെ കൂടുതൽ വീഡിയോ ഫുട്ടേജ് കിട്ടുമോ എന്ന് ചോദിക്കും. വേറെ വീഡിയോസ് ഒന്നും ആരുടെയും കയ്യിൽ ഇല്ലെന്നും ആ പാർട്ടിയിൽ പല ഉന്നതന്മാരുടെയും മക്കൾ പങ്കെടുത്തിരുന്നെന്നും സോ അതിനാൽ CCTV പോലും ഓഫ് ചെയ്തിരുന്നെന്നും നിഖിൽ പറയും. വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന നന്ദൻ അടുത്തേക്ക് അസിസ്റ്റന്റ് വരും. അഞ്ജലിയെ കഴുത്തറുത്താണ് കൊന്നിരിക്കുന്നത്. അത് ജിമ്മിയോ ടോണിയോ ആകാൻ സാധ്യതയില്ലെന്നും നന്ദൻ പറയും. കാരണം അഞ്ജലിയുടെ കഴുത്തിലുള്ള മുറിവ് ഒരു ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് വരുത്തിയതാണ്. സോ കില്ലർ ഒരു ഇടത് കയ്യനാണ്. ജിമ്മിയും ടോണിയും ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നവരല്ല. അത് തന്നെയല്ല, അഞ്ജലി മരിച്ചു കിടന്നിടത്ത് ധാരാളം പേപ്പേഴ്സും ഫയലുകളും നിരന്നു കിടപ്പുണ്ട്. ഇത് അവളുമായുള്ള പിടിവലിയിൽ നിരന്നതല്ല. അവളെ കൊന്നതിന് ശേഷം കില്ലേഴ്സ് ആ റൂമിൽ എന്തോ തിരഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ഫോർ മാർട്ടിൻ എന്നെഴുതിയ ടാബ്ലറ്റ് അഞ്ജലിയുടെ വയറിനുള്ളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. സോ അവൾ എന്തോ മാർട്ടിനോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നു. ആ കാര്യം തന്നെയാകും അവളുടെ മരണത്തിലേക്കും നയിച്ചത്. സോ അഞ്ജലിയുടെ റൂം മുഴുവനായും സെർച്ച് ചെയ്യാൻ അവർ തീരുമാനിക്കും. ഈ സമയം ഫംഗ്ഷന്റെ ഒരു വീഡിയോ നന്ദന് ലഭിക്കും. ആ വീഡിയോയിൽ ജിമ്മി ഉണ്ടോ എന്നും അവൻ തിരിച്ചു പോകുന്നത് റെക്കോർഡായിട്ടുണ്ടോ എന്നും അവർ ചെക്ക് ചെയ്യുമ്പോഴാണ് നന്ദൻ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ വീഡിയോയിൽ ഒരു ക്യാമറമാൻ പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയും CCTVയും ഒന്നും ഇല്ലായിരുന്നെന്നാണ് നിഖിൽ പറഞ്ഞിരുന്നത്. പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാനെ കണ്ട് എല്ലാവരും ഷോക്ക്ഡ് ആകും. നിഖിൽ എന്തോ മറയ്ക്കാനാണ് തങ്ങളോട് കള്ളം പറഞ്ഞതെന്ന് അവർക്ക് കൺഫേം ആകും. നന്ദന്റെ അസിസ്റ്റന്റ് നിഖിലിനെ കോൾ ചെയ്ത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റായി എഴുതി തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ വരാമെന്നും നിഖിൽ പറയും. നന്ദന്റെ ഓഫീസിലേക്ക് വരുന്ന നിഖിലിന് അവർ ഒരു പേപ്പർ കൊടുക്കും. ആ പേപ്പറിൽ നിഖിൽ അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതാൻ തുടങ്ങും. അവൻ ഇടത് കൈ യൂസ് ചെയ്താണ് എഴുതുക. ഇത് കാണുന്ന നന്ദന് കില്ലർ ഇവൻ തന്നെയാകാമെന്നൊരു സംശയമുണ്ടാകും. നിഖിൽ അവിടെ നിന്നും പോയതിനു ശേഷം നന്ദൻ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചു വരുത്തി നിഖിലിന്റെ ഫിംഗർ പ്രിന്റ് ഫുട് മാർക്കും ചെക്ക് ചെയ്യും. തന്റെ മേലൊരു സംശയം നന്ദൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ഭയത്തോടെ തിരിച്ചു പോകുന്ന നിഖിലിനെ ആരോ ഫോളോ ചെയ്യുന്നതായി കാണിക്കും. ഉടനെ നിഖിൽ അവന്റെ ഫോണിൽ നിന്നും ആർക്കോ കോൾ ചെയ്യാൻ ട്രൈ ചെയ്യും. അവന്റെ ഫോൺ ചാർജ് ഇല്ലാതെ സ്വിച്ച് ഓഫ് ആകുന്നതിനാൽ കാറിലുണ്ടായിരുന്ന മറ്റൊരു ഫോൺ എടുത്ത് ആരെയോ അവൻ കോൾ ചെയ്യും. ആ ഫോൺ ഓൺ ആകുന്നതും ടോണിയുടെ ഫോൺ ഓൺ ആയ സിഗ്നൽ പോലീസിന് ലഭിക്കുകയും ടവർ ലൊക്കേഷൻ അവർ ക്യാച്ച് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി നിഖിൽ വളരെ ഭയത്തോടെ കാർ സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങും. ഒരു കാടിനുള്ളിലെ വഴിയിൽ വെച്ച് നിഖിലിന്റെ കാർ പെട്ടെന്ന് സ്റ്റോപ്പ് ആകും. വളരെ ഭയത്തോടെ ഹെൽപ്പിനായി അവൻ ഫോൺ എടുത്ത് ആർക്ക് കോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിഖിലിനെ ഫോളോ ചെയ്ത കാറിൽ നിന്നും ഒരു സ്ട്രേഞ്ചർ പുറത്തിറങ്ങി നിഖിലിന്റെ കാറിനടുത്തേക്ക് ചെല്ലും. അയാൾ നിഖിലിനെ കൊല്ലുകയും ചെയ്യുന്നു. നിഖിൽ മരിച്ച വിവരം നന്ദനും അറിയും. നിഖിൽ മരിക്കുന്നതിന് മുൻപ് ആരെയോ വിളിച്ച് സംസാരിച്ചിരുന്നു. അത് വിഷ്വലായി ഇപ്പോഴാണ് കാണിക്കുക. കുറച്ച് ദിവസങ്ങളായി ടോണിയും മിസ്സിംഗ് ആണ്. ഇപ്പോൾ എന്നെയും ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്ത കൊലപാതകത്തിനെ കുറിച്ച് ആരോ ഒരാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ നമ്മുടെ പുറകെ ഉണ്ടെന്നും നിഖിൽ പറയുന്നതായി കാണിക്കും. നിഖിലിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ നന്ദന് കിട്ടുന്നത് കൊണ്ട് നിഖിൽ ലാസ്റ്റ് വിളിച്ച റെക്കോർഡ്സും അതിൽ നിന്നും നന്ദനും ലഭിക്കും. അപ്പോൾ മൂന്നാമതൊരാൾക്കായിട്ടാണ് നിഖിലും ടോണിയും ഈ കൊലപാതകങ്ങൾ ചെയ്തത്. ടോണിയും കൊല്ലപ്പെട്ട് കാണാനാണ് സാധ്യത. അഞ്ജലിയെയും മാർട്ടിനെയും ഇവർ രണ്ടുപേരുമാണ് കൊന്നത്. അത് മൂന്നാമത് ഒരാൾക്ക് വേണ്ടി. പക്ഷെ ഇവരെ രണ്ടുപേരെയും ആരാണ് കൊന്നത്? അതിന് ചാൻസ് കൂടുതൽ അഞ്ജലിയും മാർട്ടിനും ക്ലോസ് ആയ ഒരാളാകാനാണ്. അഞ്ജലിയുടെയും മാർട്ടിന്റെയും മരണത്തിന് ആരോ പ്രതികാരം തീർക്കാനായി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് ആരാണെന്ന് നമുക്ക് കണ്ടെത്തണം. അഞ്ജലിയെയും മാർട്ടിനെയും അവരുടെ റിലേറ്റീവായ ഒരു ഫാദറാണ് നോക്കി വളർത്തിയത്. സോ ആ ഫാദറിനെ മീറ്റ് ചെയ്യാനായി നന്ദൻ ചെല്ലുന്നു. ജിമ്മിയെക്കുറിച്ച് നന്ദൻ ഫാദറിനോട് ചോദിക്കുമ്പോൾ ജിമ്മിയും മാർട്ടിനും അഞ്ജലിയും വളരെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അവർ ഒരുമിച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം
ശേഷം അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ജിമ്മി ഒരിക്കലും അവരെ കൊല്ലാൻ ചാൻസ് ഇല്ലെന്നും ഫാദർ പറയും. അഞ്ജലിക്ക് ലാവൻഡർ കളറിലുള്ള പൂക്കൾ വളരെ ഇഷ്ടമായിരുന്നു. സോ ജിമ്മി ആ പൂക്കൾ അവളെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ മേടിച്ച് നൽകാറുണ്ടായിരുന്നെന്നും അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നെന്നും ഫാദർ പറയും. അവിടെ നിന്നും തിരിച്ചു പോയിരുന്ന നന്ദന് അസിസ്റ്റന്റ് കോൾ ചെയ്ത് മാർട്ടിന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോൾ അതിൽ നിന്നും ഒരു വീഡിയോ ലഭിച്ചിട്ടുണ്ടെന്ന് പറയും. ആ വീഡിയോ നന്ദന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അഞ്ജലി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അവൾ മാർട്ടിന് അയച്ച വീഡിയോ ആണത്. അഞ്ജലി ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് വിഷ്വലായി കാണിക്കും. അഞ്ജലി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചില മെഡിക്കൽ ക്രൈംസ് ഒക്കെ നടക്കുന്നത് അഞ്ജലിയുടെ ശ്രദ്ധയിൽപ്പെടും. ഈ കാര്യം അവളൊരു ന്യൂസ് റിപ്പോർട്ടറായ മുഹമ്മദ് എന്നൊരാളോട് പറയും. കറക്റ്റായ സോളിഡ് എവിഡൻസ് ഇല്ലാതെ ഇത് ന്യൂസാക്കാനോ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനോ നമുക്ക് കഴിയില്ല. സോ നീ പരമാവധി എവിഡൻസ് ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യണമെന്ന് മുഹമ്മദ് അഞ്ജലിയോട് പറയും. സോ വളരെ റിസ്ക് എടുത്ത് അഞ്ജലി നിഖിലിന്റെ ഓഫീസ് റൂമിൽ കയറി എവിഡൻസ് കളക്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. ആ റൂമിൽ CCTV ഉണ്ടായിരുന്നത് പിന്നീടാണ് അവർ ശ്രദ്ധിക്കുക. സോ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് അഞ്ജലി മുഹമ്മദിന് കോൾ ചെയ്ത് താൻ ആ റൂമിൽ കയറിയത് CCTVയിലൂടെ നിഖിൽ മനസ്സിലാക്കിയെന്ന് പറയും. സോ ഞാൻ കളക്ട് ചെയ്ത് തന്ന എവിഡൻസ് ഒന്നും ഇപ്പോൾ ലീക്ക് ചെയ്യരുതെന്നും അവൾ മുഹമ്മദിനോട് പറയും. ഞാനിപ്പോൾ ആ ന്യൂസ് പുറത്തു വിടില്ലെന്നും എനിക്ക് പരിചയമുള്ള ഒരു പോലീസുകാരനുണ്ടെന്നും ഞാൻ അയാളെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ആവശ്യമായ ഹെൽപ്പ് ചോദിക്കാമെന്നും മുഹമ്മദ് അഞ്ജലിയോട് പറയും. മുഹമ്മദ് വരുന്നത് നന്ദനെ മീറ്റ് ചെയ്യാനാണ്. സോ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് പോലെ നന്ദനെ കാണാൻ കഴിയാതെ തിരിച്ചു പോകുന്ന വഴിയിൽ കാറിൽ വെച്ച് തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി മുഹമ്മദ് മരിക്കും. എന്നെ ലാസ്റ്റായി ഫോൺ ചെയ്ത് അന്ന് തന്നെ മുഹമ്മദ് മരിച്ചു. ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനെതിരായ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അവർ എന്നെയും കൊല്ലാൻ ചാൻസ് ഉണ്ട്. ഞാൻ മരിച്ചാലും നീ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് അഞ്ജലി മാർട്ടിനോട് പറയുന്നതോടെ ഈ വീഡിയോയും അവസാനിക്കും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നന്ദൻ വീഡിയോ പ്ലേ ചെയ്ത് കാണും. അഞ്ജലിയുടെ കയ്യിൽ തെളിവുകളുണ്ടെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ആ തെളിവുകൾ അവൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി പറയുന്നില്ല. ആ തെളിവുകൾ അഞ്ജലി എവിടെയായിരിക്കും സൂക്ഷിച്ചിരിക്കുക? ആ തെളിവുകൾ കണ്ടെത്തിയാൽ മാത്രമേ മൂന്നാമത്തെ ആളെ കണ്ടെത്താനും സാധിക്കൂ. സോ നന്ദൻ വളരെ കൺഫ്യൂസ്ഡ് ആകും. അഞ്ജലിയുടെ റൂം മുഴുവനായി സെർച്ച് ചെയ്യാൻ നന്ദൻ അസിസ്റ്റന്റിനോട് പറയുന്നു. അഞ്ജലിയുടെ റൂം അവർ സെർച്ച് ചെയ്യുമെങ്കിലും അവിടെ നിന്നും ഒരു തെളിവുകളും അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. അതവൾ എവിടെ സൂക്ഷിക്കാനാണ് സാധ്യതയെന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന നന്ദന് പെട്ടെന്നാണ് ഒരു കാര്യം സ്ട്രൈക്ക് ആകുക. അഞ്ജലിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ വയറിനുള്ളിൽ നിന്നും കിട്ടിയ ടാബ്ലറ്റിൽ ഫോർ മാർട്ടിൻ എന്ന് എഴുതിയിരുന്നു. സോ അതിലൂടെ എന്തോ അവൾ പറയാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി നന്ദൻ അഞ്ജലിയുടെ റൂമിലെത്തും. അവിടെ ഉണ്ടായിരുന്ന മാർട്ടിന്റെ ഒരു വലിയ ഫോട്ടോ എടുത്ത് അതിന്റെ ബാക്ക് പൊളിച്ചു മാറ്റും. അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ കവറിനുള്ളിലാക്കിയ നിലയിൽ ആ എവിഡൻസുകളെല്ലാം നന്ദന് ലഭിക്കും. അതുകൂടാതെ ഒരു പെൻ ഡ്രൈവും നന്ദന് ലഭിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ നടന്നിരുന്ന മെഡിക്കൽ ക്രൈം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച മുഹമ്മദിനെയും അവർ പേസ് മേക്കർ ഹാക്ക് ചെയ്ത് അറ്റാക്ക് വരുത്തി കൊല്ലും. ആ ഹോസ്പിറ്റലിന്റെ ഓണർ ജോൺ സാമുവൽ എന്നൊരാളാണ്. വിദേശ കമ്പനികളിൽ നിന്നും പണം മേടിച്ച് പുതുതായി വിദേശത്ത് റിസർച്ച് നടത്തി കണ്ടെത്തുന്ന മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാൻ ജോൺ സാമുവൽ തന്റെ ഹോസ്പിറ്റലിലെ രോഗികളിൽ അവസരമുണ്ടാക്കി കൊടുക്കുന്നു. വ്യത്യാസമായ ഡ്രഗ്സും മരുന്നുകളും തന്റെ പേഷ്യൻസ് അറിയാതെ അവരുടെ ശരീരത്തിൽ ജോൺ സാമുവൽ ടെസ്റ്റ് നടത്തും. ഇങ്ങനെ 5 രോഗികൾ ആ ടെസ്റ്റ് നടത്തിയത് മൂലം ആ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചിട്ടുണ്ടെന്നും ജോൺ സാമുവൽ നിഖിലിനെയും മറ്റു ചില ഡോക്ടേഴ്സിനെയും കൂട്ടുപിടിച്ചാണ് ആ മെഡിക്കൽ ക്രൈം തുടർന്നു പോയിരുന്നതെന്നും അഞ്ജലി ശേഖരിച്ച ആ തെളിവുകളിൽ നിന്നും നന്ദന് മനസ്സിലാകും. ഇതിന്റെ തെളിവുകളാണ് അഞ്ജലിയുടെ കയ്യിലുണ്ടായിരുന്നത്. അഞ്ജലിക്ക് എല്ലാം മനസ്സിലായെന്ന് നിഖിലും ജോൺ സാമുവലും മനസ്സിലാക്കും. സോ നിഖിലും ടോണിയും ചേർന്നാണ് അഞ്ജലിയെ കൊല്ലുന്നത്. ജിമ്മിക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും നന്ദൻ പറയും. ജോൺ സാമുവൽ ഇപ്പോൾ വിദേശത്താണ്. നാളെ അയാൾ നാട്ടിലെത്തും. നാട്ടിലെത്തിയാൽ ഉടനെ ജോണിനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നും നന്ദൻ റീച്ചലിനോട് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ജോൺ സാമുവലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അയാളെ അറസ്റ്റ് ചെയ്യാൻ ഈ തെളിവുകളൊന്നും മതിയാകില്ലെന്നും റീച്ചൽ പറയും. ഇനിയും വേറെ എന്ത് തെളിവാണ് വേണ്ടത്? ജോൺ സാമുവലാണ് ഇത്രയും കൊലപാതകങ്ങൾക്ക് പിന്നിൽ. ആ കൊലപാതകങ്ങൾ ചെയ്യാൻ അയാൾക്ക് തക്കതായ കാരണവുമുണ്ട്. ഇനി എന്ത് തെളിവാണ് മാഡം പോലീസ് കണ്ടെത്തേണ്ടതെന്ന് വളരെ ദേഷ്യത്തോടെ നന്ദൻ റീച്ചലിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഇത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ഒന്നും അല്ലല്ലോ എന്ന് നന്ദനോട് റീച്ചൽ ചോദിക്കുമ്പോൾ അതെ, ഇതെന്റെ പേഴ്സണൽ ഇഷ്യൂ ആണെന്ന് നന്ദൻ പറയും. ആ ഹോസ്പിറ്റലിൽ പുതിയ മരുന്നുകൾ രോഗികളിൽ പരീക്ഷിച്ചതിൽ 5 പേര് മരിച്ചിരുന്നു. ആ 5 പേരിൽ നന്ദന്റെ മകളുമുണ്ട്. ചെറിയ
പനിയായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കുട്ടി യാതൊരു കാരണവുമില്ലാതെ മരിക്കുന്നതിനാൽ നന്ദൻ അന്ന് ആ ഹോസ്പിറ്റലിൽ അതൊരു വലിയ ഇഷ്യൂ ആക്കിയിരുന്നു. പക്ഷെ പല കാരണങ്ങളും പറഞ്ഞ് ഡോക്ടർ നന്ദനെയും ഭാര്യയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞുവിടും. ജോൺ സാമുവൽ കേരളത്തിലെത്തിയാൽ ആ കില്ലർ ജോണിനെ കൊല്ലാതെ ആദ്യം നമുക്ക് അയാൾ രക്ഷിക്കുകയാണ് വേണ്ടതെന്ന് റേച്ചൽ പറയും. ആ കില്ലർ ആരാണെന്ന് കണ്ടെത്തണം, ബാക്കിയൊക്കെ നിയമം വഴി പോട്ടെ എന്നും റേച്ചൽ പറയും. തങ്ങളുടെ മകളുടെ മരണം ഒരു നോർമൽ ഡെത്ത് ആണെന്നായിരുന്നു നന്ദനും ഭാര്യയും കരുതിയിരുന്നത്. ഈ കേസിന്റെ ഭാഗമായി തങ്ങളുടെ കുഞ്ഞ് മരിച്ചതിന്റെ പിന്നിലും ആ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ക്രൈം ആണെന്ന് കൺഫേം ആകുന്ന നന്ദൻ ഈ കാര്യങ്ങളെല്ലാം അവന്റെ ഭാര്യയോടും പറയും. അഞ്ജലി മൂലമാണ് ഈ കാര്യങ്ങളൊക്കെ നന്ദൻ മനസ്സിലാക്കിയത്. സോ അവളുടെ കല്ലറയിലേക്ക് നന്ദൻ ചെല്ലും. അവളുടെ കല്ലറയിൽ ആരോ പുതുതായി ലാവണ്ടർ കളർ പൂ വെച്ചിരിക്കുന്നത് നന്ദന്റെ ശ്രദ്ധയിൽപ്പെടും. ആ കല്ലറയിൽ ധാരാളം പൂക്കൾ ഇതുപോലെ മുൻപാരോ വെച്ചിട്ടുണ്ട്. ഓരോ കൊലപാതകങ്ങൾക്ക് മുൻപ് ആ കില്ലർ തന്നെയാകും ഈ പൂക്കൾ ഇവിടെ വെച്ചിരുന്നതെന്നൊരു സംശയം നന്ദനുണ്ടാകും. അപ്പോൾ അഞ്ജലിയുമായി അതുപോലെ ബന്ധമുള്ള ആരോ ആണ് അവളെ കൊന്നവരെ കൊന്നുകൊണ്ടിരിക്കുന്നതും. ഇന്നും അതുപോലെ കല്ലറയിൽ പൂ വെച്ചിട്ടുണ്ട്. അതിനർത്ഥം കില്ലർ ജോൺ സാമുവലിനെ ഇന്ന് കൊല്ലാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് എന്നാണെന്നും നന്ദൻ ഉറപ്പിക്കും. ആ പൂവ് ചെക്ക് ചെയ്യുന്നതിലൂടെ അത് മേടിച്ച കട മനസ്സിലാക്കി നന്ദൻ അങ്ങോട്ട് ചെല്ലും. ആ ഫ്ലവർ സെറ്റ് കാണിച്ച് അത് മേടിച്ചയാളുടെ രൂപത്തെക്കുറിച്ച് ചോദിക്കും. ജിമ്മിയുടെ ഫോട്ടോ കാണിച്ച് ഇതാണോ അയാളെന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അല്ലെന്ന് ആ കടക്കാരൻ പറയും. ജിമ്മിയും അല്ലെങ്കിൽ പിന്നെ ആരാകും ആ കില്ലർ എന്ന് നന്ദൻ ചിന്തിക്കാൻ തുടങ്ങും. നിഖിൽ മരിച്ചു കിടന്നിടത്തു നിന്നും ഒരു മെഡിക്കൽ ഷോപ്പിലെ ബില്ല് പോലീസിന് ലഭിച്ചിരുന്നു. കേരളത്തിലെത്തിയ ജോണിനെ പോലീസുകാർ ഫോളോ ചെയ്യുന്നതായി കാണിക്കും. ആ മെഡിക്കൽ ബില്ലുമായി നന്ദനും അസിസ്റ്റന്റും മെഡിക്കൽ ഷോപ്പിലേക്ക് ചെല്ലും. ആ മരുന്ന് മേടിച്ചയാളെ ഷോപ്പുകാരൻ അറിയില്ലെങ്കിലും ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറിന്റെ അഡ്രസ്സ് മെഡിക്കൽ ഷോപ്പുകാരൻ അവർക്ക് നൽകും. ഈ സമയം ഫാദർ നന്ദന് കോൾ ചെയ്ത് അഞ്ജലി ഒരാളെ ലവ് ചെയ്തിരുന്നെന്ന് പറയും. ഈ കാര്യം ഇപ്പോഴാണ് താൻ അറിഞ്ഞതെന്നും ഫാദർ പറയുന്നു. അവന്റെ ഫോട്ടോ ഞാൻ അയക്കാമെന്ന് പറഞ്ഞ് ഫാദർ അഞ്ജലിയുടെ ലവറിന്റെ ഫോട്ടോ നന്ദൻ അയച്ചു കൊടുക്കും. ഫോണിൽ വന്ന ആ ഫോട്ടോ കണ്ട് നന്ദൻ വളരെ ഷോക്ക്ഡ് ആകും. ഉടനെ നന്ദൻ ഭാര്യയ്ക്ക് കോൾ ചെയ്ത് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന കില്ലർ നിന്റെ ബ്രദറാണ്, അവൻ എവിടേക്കും പോകാതെ നോക്കണമെന്നും നന്ദൻ അവളോട് പറയും. വളരെ ഷോക്ക്ഡായി നന്ദന്റെ ഭാര്യ ബ്രദറിന്റെ റൂമിലേക്ക് വരുമ്പോൾ അവൻ പുറത്തേക്ക് പോകാനായി റെഡിയാകുന്നത് കാണും. നീയാണോ ആ കില്ലറെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ ഞാനും അഞ്ജലിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെന്നും അവളെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ലെന്നും അവൻ പറയുന്നിടത്ത് സീൻ കട്ട് ചെയ്ത് നന്ദനെ കാണിക്കും. നന്ദൻ മെഡിക്കൽ ഷോപ്പുകാരൻ പറഞ്ഞ് ആ ഡോക്ടറിനെ മീറ്റ് ചെയ്ത് ബ്രദറിന്റെ ഫോട്ടോ കാണിക്കും. ഇയാൾ എൻ്റെ പേഷ്യൻ്റ് ആണെന്ന് ഡോക്ടറും പറയും. അഞ്ജലി മരിച്ചതിന് ശേഷം അവനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകും. സോ അതിനവൻ എന്നെ കൺസൾട്ട് ചെയ്തിരുന്നെന്നും ഞാനാണ് അവനെ നോക്കുന്നതെന്നും ഡോക്ടർ പറയും. അഞ്ജലിയുടെ മരണത്തിന് ശേഷം ഒരു രാത്രി നിഖിലിനെ ബ്രദർ റോഡിൽ വെച്ച് കാണുകയും അഞ്ജലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിഖിലിന് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കാനായി അവൻ നിഖിലിനെ ഫോളോ ചെയ്യും. പക്ഷെ നടു റോഡിൽ നിഖിലിന്റെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് താൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നിഖിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്നും അവൻ ഹീറോയിനോട് പറയുന്നു. ഞാൻ ആരെയും കൊന്നിട്ടില്ലെന്നും അവൻ പറയും. റേച്ചലിന്റെ കയ്യിൽ നന്ദൻ കൊടുത്തിരുന്ന എവിഡൻസുകളെല്ലാം അവരുടെ കയ്യിൽ നിന്ന് മിസ്സായെന്ന് റേച്ചൽ നന്ദനെ അറിയിക്കും. നിഖിലിനെ ലാസ്റ്റായി ഫോളോ ചെയ്തത് നന്ദന്റെ ബ്രദറാണ്. സോ അവനാണ് കില്ലർ. അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാനും റേച്ചൽ പറഞ്ഞെന്ന് അസിസ്റ്റന്റ് നന്ദനോട് പറയുന്നു. നന്ദനും അസിസ്റ്റന്റും വീട്ടിലെത്തി ബ്രദറിനെ അറസ്റ്റ് ചെയ്യും. ഇത് കണ്ട് നന്ദന്റെ ഭാര്യ വളരെ ഫീലാകും. അസിസ്റ്റന്റ് നന്ദന്റെ ബ്രദറിനെയും കൂട്ടി സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി റേച്ചലിന് കോൾ ചെയ്ത് അവനെ അറസ്റ്റ് ചെയ്ത കാര്യം അറിയിക്കും. കില്ലറിനെ അറസ്റ്റ് ചെയ്തതിനാൽ തന്നെ ജോൺ സാമുവലിന്റെ സെക്യൂരിറ്റിക്കായി അയച്ച പോലീസുകാരെയും റേച്ചൽ തിരിച്ചു വിളിക്കും. ബ്രദറിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വളരെ ഫീലാകുന്ന ഭാര്യയുമായി കാറിൽ നന്ദൻ പുറത്തേക്ക് പോകും. ഈ സമയം ജോൺ സാമുവൽ നന്ദന് കോൾ ചെയ്ത് എനിക്കെതിരായി നീ കണ്ടെത്തിയ എല്ലാ തെളിവുകളും ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്നും റേച്ചൽ എൻ്റെ ആളാണെന്നും ജോൺ പറയും. അഞ്ജലി മെഡിക്കൽ ക്രൈം കണ്ടെത്തി തെളിവുകൾ ശേഖരിച്ചതിനാൽ ടോണിയെയും നിഖിലിനെയും ഏർപ്പാടാക്കി നിഖിലിനെ കൊണ്ട് അഞ്ജലിയെ കൊല്ലിപ്പിച്ചതും താനാണെന്ന് ജോൺ സമ്മതിക്കും. പക്ഷെ അഞ്ജലി ഒളിപ്പിച്ചു വെച്ച ആ തെളിവുകൾ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മാർട്ടിനെ കൊല്ലാൻ ടോണിയെ പറഞ്ഞു വിട്ടതും താനാണെന്നും ജോൺ പറയും. ഈ കൊലപാതകങ്ങളുടെയെല്ലാം മാസ്റ്റർ ബ്രെയിൻ എന്റേതാണ്, പക്ഷേ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നിന്റെ ബ്രദർ തന്നെയാണെന്നും അയാൾ പറയുമ്പോൾ നിയമപരമായി എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് രാത്രി തന്നെ നീ മരിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് നന്ദൻ പറയും.
ഇത് കേട്ട് ജോൺ ഭയപ്പെടുമ്പോൾ പെട്ടെന്ന് ജോണിന്റെ കാറും വഴിയിൽ സ്റ്റോപ്പാകും. ജോണിന്റെ കാറിന് മുൻപിലായി ആ കില്ലറിന്റെ കാറും വന്നു നിൽക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ആ കില്ലർ തന്റെ ബ്രദർ അല്ലെന്ന് നന്ദൻ മനസ്സിലാക്കും. ടോണിക്ക് മുൻപ് ഒരു ആക്സിഡന്റ് ഉണ്ടായതിനാൽ കാലിൽ സ്റ്റീൽ റോഡ് ഇട്ടിരുന്നു. മാർട്ടിന്റെ കാലിൽ സ്റ്റീൽ റോഡ് ഉണ്ടെന്ന് ജിമ്മി ഫാദറിനെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ഫാദറിനെ കൊണ്ട് മാർട്ടിന്റെ കാലിൽ സ്റ്റീൽ റോഡ് ഉണ്ടായിരുന്നെന്ന് പോലീസിനോട് പറയിപ്പിക്കുകയും ചെയ്യുന്നു. സോ ജിമ്മിയും ഫാദറും പോലീസിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് നന്ദന് മനസ്സിലാകും. മാർട്ടിനെ കൊല്ലാനായി ടോണി വരുമെങ്കിലും മാർട്ടിനാണ് ടോണിയെ കൊന്ന് കത്തിക്കുന്നത്. മരിക്കുന്നതിന് മുൻപ് ആരൊക്കെയാണ് അഞ്ജലിയെ കൊന്നതെന്ന് ടോണി മാർട്ടിനോട് പറയും. മരിച്ചത് താനാണെന്ന് പറഞ്ഞ് പോലീസിനെ വിശ്വസിപ്പിക്കണമെന്ന് മാർട്ടിൻ ജിമ്മിയോട് പറഞ്ഞിരുന്നു. ജോൺ സാമുവലിനെയും കഴുത്തറുത്ത് മാർട്ടിൻ കൊന്നതിന് ശേഷം അഞ്ജലിയുടെ കല്ലറയ്ക്ക് മുൻപിൽ വരും. തന്റെ സിസ്റ്ററിനെ കൊന്ന ടോണിയെയും നിഖിലിനെയും ജോണിനെയും മാർട്ടിൻ കൊന്നു കഴിഞ്ഞിരിക്കുന്നു. നന്ദന്റെ ബ്രദർ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നപ്പോൾ തന്നെ ജോണിനെ മറ്റൊരാൾ കൊന്നതിനാൽ കില്ലർ നന്ദന്റെ ബ്രദർ അല്ലെന്ന് പോലീസിന് മനസ്സിലാകുകയും അവനെ വിട്ടയക്കുകയും ചെയ്യും. തന്റെ മകളുടെ മരണത്തിന് കാരണക്കാരായവർ മരിച്ചതിൽ നന്ദനും അവന്റെ ഭാര്യയും വളരെ ഹാപ്പിയാകും. കില്ലർ ആരാണെന്ന് നന്ദന് നന്നായി അറിയാമെങ്കിലും അതവൻ നീതി നടപ്പാക്കാൻ ചെയ്ത കൊലപാതകങ്ങളായതിനാൽ തന്നെ മാർട്ടിനെ കാണിച്ചു കൊടുക്കാൻ നന്ദൻ തയ്യാറാകില്ല. നന്ദന്റെ അസിസ്റ്റന്റ് നന്ദന് കോൾ ചെയ്ത് മംഗലാപുരത്ത് ഒരു CCTVയിൽ ടോണിയുടെ കോണ്ടസാർ കാർ പതിഞ്ഞിട്ടുണ്ട്. സോ ചിലപ്പോൾ ഈ കേസ് റീഓപ്പൺ ആകാൻ ചാൻസ് ഉണ്ടെന്നും പറയും. ഈ കേസ് റീഓപ്പൺ ആകാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് ഈ മൂവിയും അവസാനിക്കും. ഇനിയും മറ്റൊരു കഥയുമായി കാണാം. അതുവരെ ടാറ്റാ.